കുട്ടി ആദ്യം സംസാരിക്കേണ്ടത് ഉപ്പ എന്നല്ല, ഉമ്മ ഉമ്മച്ചിന്നോ ഉപ്പച്ചിന്നൊന്നുമില്ല. ആദ്യം സംസാരിക്കേണ്ടത് എന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. സ്വർഗത്തിലെത്തുന്നതാണ് ആദ്യം കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് സംസാരിച്ചാൽ. ഇത് സംസാരിച്ചിട്ടുണ്ട് ആര്? ഞാൻ നേരത്തെ ഒരു ഉമ്മയെ പറഞ്ഞില്ലേ, ഭർത്താവിന്റെ തൃപ്തി ആഗ്രഹിച്ച ഒരു പെണ്ണിനെ പറഞ്ഞില്ലേ, ആരാ? അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. മകൻ മരിച്ചിട്ടും ഭർത്താവിനോട് പറയാതെ ഭർത്താവിനെ സുഖിപ്പിച്ച ഭാര്യ. ആ പെണ്ണിന്റെ, ആ ഭാര്യയുടെ മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ ആദ്യം സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. വേറൊന്നും സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇത് സംസാരിപ്പിക്കാൻ നമ്മൾ കഴിയും. മക്കളുടെ മുമ്പിൽ വേറെ ഒരു വർത്തമാനങ്ങൾ പാടില്ല, മക്കളുടെ മുമ്പിൽ വേറെ സംസാരം പാടില്ല. മക്കളോട് ഉപ്പ ഉമ്മ കണ്ണ് മൂക്ക് എന്നല്ല ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. മക്കളോട്, ചെറിയ മക്കളോട് പ്രസവിച്ചത് മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമേ ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് വന്ന ആളുകളൊക്കെ മക്കളുടെ മുമ്പിൽ പറയാൻ പാടുള്ളൂ. മക്കൾ കൂടുതൽ കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. കൂടുതൽ കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. തൊട്ടിലിൽ കിടത്തിട്ട് പാട്ട് പാടാൻ, താരാട്ട് പാടാൻ ലജ്ജാവതിയെ എന്നൊന്നും വെച്ചു കൊടുക്കണ്ട. അതേപോലെ തന്നെ മറ്റുള്ള പുതിയ പുതിയ പാട്ടുകൾ, ലജ്ജാവതി എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കണ്ട ഉസ്താദ് കുറെ വാഞ്ചനാണ്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മ മോഡൻ തന്നെയാണ്, പുതിയ പാട്ട് അറിയാഞ്ഞിട്ടുമല്ല, വായിൽ വന്നൊരു പാട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിന്നെ തൊട്ടിൽ വെക്കുമ്പോ കുട്ടി ഇങ്ങനെ മൊബൈൽ ഫോൺ എടുത്ത് യൂട്യൂബ് എടുത്തിട്ട് പുതിയ എന്തെങ്കിലും പാട്ടുണ്ടോ നോക്കി എന്നിട്ട് അത് വെച്ചു കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യും? നല്ലൊരു താരാട്ട് പാട്ട് പാട്. എന്താ താരാട്ട് പാട്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ കുട്ടിയെ തൊട്ടിലാട്ടുന്നത്, കുട്ടിയെ മുലപ്പാല് നൽകുന്നത്. ചില ഉമ്മമാർക്കൊരു പണിയുണ്ട്. അടുക്കളയില് നല്ല പണി വരുമ്പോ പെണ്ണുങ്ങൾ എന്താന്ന് വെച്ചാൽ വേഗം വന്നിട്ട് കുട്ടി കരയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പാല് കൊടുക്കാൻ വേണ്ടിട്ട് റൂമിൽ കയറും. എന്നിട്ട് പണി വാട്സപ്പിൽ കളിച്ചിരിക്കുന്നത്, കുട്ടിയെ പാല് കൊടുക്കാൻ വേണ്ടിട്ട് വാട്സപ്പിൽ കളിച്ചിരിക്കുന്ന പണിയാണ്. അമ്മായിമാര് കണ്ടാ പറയും, മൊബൈൽ കളിക്കുന്ന കണ്ടാ പറയും. അപ്പൊ എന്താക്കും? റൂമിൽ വന്നിട്ട് അമ്മായി വിളിക്കുമ്പോ ഞാൻ കുട്ടിക്ക് പാല് കൊടുക്കാൻ, കുട്ടിക്ക് ചിലപ്പോൾ പാല് കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ പാല് കൊടുക്കുമ്പോഴേക്കും മൊബൈൽ വാട്സപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ റൂമിലേക്ക് പോയിട്ട് പാല് കൊടുക്കുന്ന എത്രയോ മരുമക്കൾ ഉണ്ട് വീട്ടില് ഉണ്ട്. അതെനിക്ക് ഉറപ്പാണ് ഉണ്ട്. ഞാൻ അറിഞ്ഞതുകൊണ്ട് തന്നെ പറയുന്നതും, വെറുതെ പറയുന്നല്ല, അറിഞ്ഞതുകൊണ്ട് തന്നെ പറയുന്നത്. ഇതിപ്പോ ചെയ്യുന്ന പെൺമക്കളൊക്കെ ചിരിക്കുന്നുണ്ടാവും അവിടെ ഇരുന്നിട്ട്, മനസ്സിലായ? ഇത് ചെയ്യുന്ന പെൺകുട്ടികൾ അവിടെ നിന്നിട്ട് ചിരിക്കുന്നുണ്ടാവും. ഇതങ്ങനെ ഉസ്താദ് അറിഞ്ഞു, നമുക്കൊക്കെ അറിയുന്നൊന്നും പഠിക്കണ്ട, കുറച്ചൊക്കെ കറാമത്തുണ്ട് തന്നെ വിചാരിച്ചോ, മനസ്സിലായോ? കുറച്ചൊക്കെ കറാമത്തുണ്ട് തന്നെ വിചാരിച്ചു. അപ്പൊ വാട്സപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ട് പാല് കൊടുക്കാന്നുള്ള വ്യാജേന കിച്ചണിൽ നിന്ന് റൂമിലേക്ക് വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ആ മക്കളെ ഇതിനനുസരിച്ചിട്ട് ഉണ്ടാവും. ഉമ്മമാരെ, നിങ്ങൾ വാട്സപ്പ് കളിച്ചുകൊണ്ട് പാൽ കൊടുത്തില്ലേ, ആ മക്കൾ അത്രേ ഉണ്ടാവും. നിങ്ങൾക്ക് അത്രേ ആ മക്കളിൽ നിന്ന് കിട്ടുള്ളൂ. മക്കൾക്ക് പാൽ കൊടുക്കുമ്പോൾ ഒരു മര്യാദ ഉണ്ട്. ആ മര്യാദ എന്ന് വെച്ചാൽ വുളൂ ചെയ്യാതെ പാൽ കൊടുക്കാൻ പാടില്ലെന്നാണ്. മക്കൾക്ക് പാല് കൊടുക്കുമ്പോൾ വുളൂ ചെയ്യണം, നിങ്ങളുടെ മാരടങ്ങൾ കഴുകണം, എന്നിട്ട് വുളൂ ചെയ്തിട്ട് കിബിലയിലേക്ക് മുന്നിട്ടിട്ട് വേണം മക്കൾക്ക് പാല് കൊടുക്കാൻ. ഇതൊക്കെ മര്യാദയാണ്. ചെയ്യുന്നവർ ചെയ്തോളൂ, മര്യാദ ഇതാണ്. ധാർമ്മികമായ ദീനിയായ ഒരു മര്യാദ, അച്ചടക്കം ഇതാണ്. നിങ്ങൾക്കറിയില്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമുൽ ഹറമൈൻ തങ്ങളെ? ഇമാമുൽ ഹറമൈൻ തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിതാവ് സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരാൾ എങ്ങനെ നന്നാവും, ഒരാൾ എങ്ങനെ ഇതിഹാസങ്ങളാകും, അതൊക്കെ അത്ഭുതങ്ങളല്ല. അതൊക്കെ കാലേ കൂട്ടി പിതാവ് തീരുമാനിക്കണം, കാലേ കൂട്ടി ഉമ്മ തീരുമാനിക്കണം. എന്റെ മകൻ വലിയൊരു ഇതിഹാസമാകണമെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ഉപ്പയും തീരുമാനിക്കണം, ഉമ്മയും തീരുമാനിക്കണം. എങ്കിലേ ഇതിഹാസങ്ങളാവുള്ളൂ, ചരിത്ര പുരുഷന്മാരാവുള്ളൂ. അല്ലാതെ നിങ്ങൾ 25 വയസ്സാകുമ്പോ എന്റെ മകൻ എന്താ അങ്ങനെ ആവാത്തെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ഇവിടെ. നിങ്ങൾ ആലോചിക്കും, ഇമാമുൽ ഹറമൈൻ തങ്ങളുടെ പിതാവ് മുസ്ഹഫ് തുന്നിയിട്ടും എഴുതിയിട്ടും ക്യാഷ് ഉണ്ടാക്കി. മുസ്ഹഫ് എഴുതിയിട്ടും തുന്നിയിട്ടും കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കി. ആ ക്യാഷ് സ്വരൂപിച്ചിട്ട് ഒരു അടിമ സ്ത്രീയെ വാങ്ങിച്ചു. എങ്ങനെയാണ് അടിമ സ്ത്രീ? നല്ല നല്ല പേരിൽ അറിയപ്പെടുന്ന സ്വഭാവക്കാരിയായ ദീനുള്ള ഒരു അടിമ സ്ത്രീ. ആ അടിമ സ്ത്രീയെ വാങ്ങിക്കേണ്ടായി. വാങ്ങിച്ചു. പണ്ട് അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധങ്ങൾ അനുവദനീയമാണ്. കാരണം ഒരു പെണ്ണിനെ നമ്മൾ കല്യാണം കഴിച്ച പെണ്ണിന്റെ ഭാവി പഴയ ജീവിതം എങ്ങനെ, കുടുംബജീവിതം എങ്ങനെ, പെണ്ണൊരു തെറ്റ് ചെയ്യുന്ന പെണ്ണാണോ, ഹറാമ് തിന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. നമ്മളൊരു കല്യാണം കഴിക്കുന്ന ഒരു 18 വയസ്സായ ഒരു പെണ്ണ് അവൾ ഹറാമ് തിന്നിട്ടുണ്ടോ ഇല്ലേ അതൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു അടിമയെ വാങ്ങിച്ച്, നല്ലൊരു അടിമയെ വാങ്ങിച്ച് തന്റെ കൈ കൊണ്ട് ഹലാലായ സമ്പാദ്യത്തിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം മാത്രം കൊടുത്തു വളർത്തി. ഹലാല് മാത്രമേ ഈ അടിമ സ്ത്രീ കഴിച്ചിട്ടുള്ളൂ. ആ അടിമ സ്ത്രീയുമായി
ഇവർ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും എന്നിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. കുഞ്ഞുണ്ടാകുന്ന സമയത്ത് പ്രത്യേകമായി അടിമ സ്ത്രീയോട് പറഞ്ഞത്, നിന്റെ ഈ കുഞ്ഞിന് നീയല്ലാതെ വേറൊരാൾ പാല് നൽകാൻ പാടില്ല എന്നാണ്. നീയേ പാല് നൽകാൻ പാടുള്ളൂ, വേറൊരാളും പാല് നൽകാൻ പാടില്ല എന്നാണ്. അങ്ങനെ പ്രസവിക്കുമ്പോൾ വധു ഇല്ലാതെ പാല് നൽകിയിട്ടില്ല, ആ മാതാവ് വധു ഇല്ലാതെ പാല് നൽകിയിട്ടില്ല. ഹലാലായ ഭക്ഷണമാണ് ആ സ്ത്രീ തിന്നത്, ഹലാലായ പാലാണത്. ഈ പിതാവും തന്നത് ഹലാല് തന്നെയാണ്. ഈ മകനെ എങ്ങനെ ആവണമെന്ന് നേരത്തെ തന്നെ പിതാവിന്റെ തീരുമാനമാണത്. അങ്ങനെ ഒരു ദിവസം ഉമ്മ വീട്ടിലില്ലാത്ത സമയത്ത് കുട്ടി കരയാൻ തുടങ്ങി. കുട്ടി ഇങ്ങനെ കരയുന്ന സമയത്ത് ഒരു അയൽവാസിയായ ഒരു പെണ്ണ് വന്നിട്ട് കരയുന്ന കുഞ്ഞിന് പാല് കൊടുത്തു. ഇതാര് കണ്ടു? വീട്ടിലെ പിതാവ് കണ്ടു, അഥവാ ഇമാമുൽ ഹറമൈൻ തങ്ങളുടെ പിതാവ് കണ്ടു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. ആ പെണ്ണുങ്ങൾ പോയ ഉടനെ കുട്ടിയുടെ 2 കാല് പിടിച്ച് ഇങ്ങനെ പിടിച്ചു, തല താഴെ കാല് മുകളിൽ, എന്നിട്ട് വായിലേക്ക് വിരൽ കയറ്റി. വയറ്റിലുള്ളത് മുഴുവനും ഛർദിക്കുന്നത് വരെ, മുഴുവനും ഒരംശം പോലും ബാക്കിയാവാതെ ഛർദിക്കുന്നത് വരെ വായിൽ കൈവച്ചുകൊണ്ട് ഛർദിപ്പിച്ചു കളഞ്ഞു ഇമാമുൽ ഹറമൈൻ തങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുട്ടി മരണപ്പെട്ടാലും കുഴപ്പമില്ല. അദ്ദേഹം പറയാൻ, എന്റെ കുട്ടി മരണപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്ക് ഈ കുട്ടിക്ക് സ്വന്തം ഉമ്മയുടെ ഹലാല് എന്ന് എനിക്ക് ഉറപ്പില്ലാത്തൊരു ഭക്ഷണം പോലും കുട്ടിക്ക് എത്താൻ പാടില്ല. ആ കുട്ടിയാണ് പിന്നെ ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതനായ ഇമാമുൽ ഹറമൈൻ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതനായി മാറിയത്. അപ്പൊ പിതാവിന്റെ കാലെ കൂട്ടിയുള്ള ആ പദ്ധതി, പ്ലാനിങ് കണ്ടോ? എത്രത്തോളം ആസൂത്രിതമായിട്ടാണ്, എത്രത്തോളം പ്രീ പ്ലാനോടുകൂടിയാണ് ഒരു കുട്ടി ഇതിഹാസമാക്കി മാറ്റിയത്. നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? കല്യാണം കഴിക്കുമ്പോ എനിക്ക് ജനിക്കാൻ പോകുന്ന മകൻ വലിയ ഇതിഹാസമാവണമെന്ന് ഇന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞുമോ തീരുമാനിക്കുന്നുണ്ടോ? കല്യാണം കഴിക്കുമ്പോൾ നല്ല പെണ്ണ് കിട്ടണം, സുന്ദരിയാവണം എന്നുള്ള ചിന്തയല്ലാതെ എനിക്ക് നല്ലൊരു ഇതിഹാസത്തിന് ജന്മം നൽകണം. അങ്ങനെ ഒരു ഇതിഹാസത്തിന് ജന്മം നൽകണമെങ്കിൽ എന്റെ പെണ്ണിന് സൗന്ദര്യമല്ല വേണ്ടത്, ദീനാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു ദീനുള്ള പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ആരാ ഇവിടെ കല്യാണം കഴിക്കുന്നുള്ളു? ആവൂല, അങ്ങനെയൊന്നും ആവൂല. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇനി ഇതിഹാസങ്ങളായില്ലെങ്കിലും കുഴപ്പമില്ല, തെമ്മാടികളൊന്നും ആവാതെ സ്വാലിഹീങ്ങളായ മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചു, കുട്ടിയുണ്ടായി. ആ കുട്ടി ആദ്യമായി സംസാരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അങ്ങനെ സംസാരിച്ചാൽ ആ ഉപ്പൈകതിന്റെ പ്രതിഫലം, ആ മാതാവിനതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. ഒരു കുട്ടി ആദ്യമായി എന്താണോ സംസാരിക്കുന്നത്, ആദ്യമായി ഒരു കുട്ടി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, അവസാനമായി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, ആ കുട്ടി ദഖലൽ ജന്ന, നേരെ പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതിനിടയിൽ 100 വർഷം അയാൾ ജീവിച്ചു, 500 വർഷം ജീവിച്ചു. അതിനിടയിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ആ തെറ്റുകൾ പോലും അള്ളാഹു നോക്കാതെ അള്ളാഹു ആ കുഞ്ഞിനെ, അള്ളാഹു ആ മനുഷ്യനെ നേരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആദ്യമായി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. അഥവാ കുട്ടിയുടെ മുമ്പിൽ ഉമ്മയുടെ വാട്സപ്പ് കളി മാറ്റണം, മൊബൈൽ ഫോൺ മാറ്റണം, ടിക്ടോക്ക് മാറ്റണം, ഫേസ്ബുക്ക് മാറ്റണം, എല്ലാം മാറ്റി കുഞ്ഞിന് വേണ്ടി സമയം ചെലവഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ തയ്യാറാവണം. കുഞ്ഞിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാവണം. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കിയത് അങ്ങനെ മനപ്പാഠമാക്കിയത്. ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഖുർആൻ മനപ്പാഠമാക്കിയത്. നമ്മുടെ മക്കളെ 3 കൊല്ലം കൊണ്ട് ഹിഫ്ള് കോളേജിൽ ഇട്ടാലും മനപ്പാഠാക്കലുണ്ടോ? 3 വർഷം കൊണ്ടുപോയിട്ട് ഹിഫ്ള് കോളേജിൽ ചേർത്തിട്ട് ഉസ്താദെ എന്റെ മകനൊന്ന് ഹാഫിളായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുക അല്ലാതെ 3-4 കൊല്ലം പിടിക്കാറില്ലേ? ചില ആളുകൾ 6 മാസം കൊണ്ടാവുന്നുണ്ട്. വേറെ സ്വന്തം മാതാവിന്റെ ഖുർആൻ പാരായണം കേട്ടിട്ടാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ഖുർആൻ മനപ്പാഠമാക്കിയത്. അപ്പൊ എത്ര തവണ ഓതിയിട്ടുണ്ടാകും, എത്ര തവണ കേട്ടിട്ടുണ്ടാകും? നമ്മളുടെ അടുത്ത് നിന്ന് ഒരു ലാ ഇലാഹ ഇല്ലല്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടോ? ഖുർആൻ 30 ദിവസം പോട്ടെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലെങ്കിൽ മക്കൾ പഠിക്കുന്നുണ്ടോ? ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി ഒരാൾ ജനിച്ച ഉടനെയാണ് കേട്ടോ, ജനിച്ച ഉടനെ ദിക്ർ ചൊല്ലി ആദ്യം സംസാരിക്കുന്നതും ദിക്റാണ്. ഇനി ഒരു മനുഷ്യന്റെ മരണം, 60, 20, 50 എത്ര വയസ്സായാലും മരിക്കാൻ കിടക്കുന്ന ഒരു മയ്യിത്ത്, അയാളുടെ മുമ്പിൽ പോയിട്ട് എല്ലാ ആളുകളും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. ഉപ്പയാണെങ്കിൽ ഉപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ ഉപ്പ.
മക്കളാണെങ്കിൽ മക്കളോട് പറയും മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. അങ്ങനെ കൂട്ടത്തിലുള്ള എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറയും. നല്ലവരായ ആളുകളാണെങ്കിൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അവർക്കുണ്ടാകും. അങ്ങനെ മരിച്ചാൽ അവർ സ്വർഗ്ഗത്തിലുമാണ്. അതാ മോശക്കാരായ ആളുകൾക്ക് ഒരു പക്ഷെ ചെല്ലാൻ കഴിഞ്ഞൊന്നുമില്ല. ഇനി ചെല്ലില്ല എന്ന് പറഞ്ഞ എല്ലാവരും മോശക്കാരല്ല, ചെല്ലിവരൊക്കെ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. ചെല്ലില്ല എന്ന് പറഞ്ഞ എല്ലാവരും മോശക്കാരുമല്ല. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവസാനമായി ഉച്ചരിക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കുറച്ച് സ്വഹാബാക്കൾ കടന്നു വരികയുണ്ടായി. യാ റസൂലല്ലാഹ്, ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടാനിരിക്കുകയാണ്, അവസാന ശ്വാസം വലിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അത് ചെല്ലാൻ കഴിയുന്നില്ല. നബി തങ്ങളെ നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്, അയാൾ ജീവിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവരാണോ? ജീവിക്കുന്ന കാലത്ത് ചൊല്ലിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാകും, ഇതൊക്കെ പുഷ്പം പോലെ ചെല്ലാമെന്ന്. പുഷ്പം പോലെ ഒന്നും ചെല്ലാൻ കഴിയില്ല മുമ്പ്. നിങ്ങളെ മരണസമയത്ത് പുഷ്പം പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനും കഴിയില്ല. ഇപ്പൊ നിങ്ങൾ ചെല്ലിയോ എങ്കിൽ നിങ്ങൾക്ക് മരിക്കുമ്പോൾ ചെല്ലാൻ കഴിയും. ഇപ്പൊ എത്രത്തോളം ചെല്ലുന്നുണ്ടെങ്കിലും മരിക്കുമ്പോൾ ചെല്ലാൻ കഴിയും. നിങ്ങൾക്ക് ബോധമില്ലെങ്കിലും അബോധാവസ്ഥയിലും നിങ്ങൾ നിങ്ങളുടെ തസ്ബീഹ് മാല ഇങ്ങനെ നോക്കും. ചെറുശ്ശേരി ഉസ്താദ്, നമ്മുടെ ശൈഖുന ചെറുശ്ശേരി ഉസ്താദൊക്കെ അബോധാവസ്ഥയിൽ കിടന്ന് കുറെ കാലം, അപ്പോഴൊക്കെ കയ്യിലുള്ള തസ്ബീഹ് മാല ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടായിരുന്നു. എന്റെ മോശം മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പൊക്കെ രാത്രി ഇങ്ങനെ ഉറക്കെ പറയാ. വീട്ടുകാരൊക്കെ പേടിച്ച് തൊണ്ട പൊട്ടി പോകുമോ എന്ന് പേടിച്ചു. അബോധാവസ്ഥയിലാണ്. തൊണ്ട പൊട്ടി പോകുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ചെല്ലണ്ട, ഒന്ന് ഉറങ്ങുന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ച ആളാണ് എന്റെ മോശം. കുറച്ചു മുമ്പ്, 1 വർഷമായിട്ടില്ല മരണപ്പെട്ടിട്ട്, 4 മാസമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിതത്തിൽ ചെല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെല്ലിയിട്ട് മരിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ ചെല്ലാതെ അതൊക്കെ വലിയ വിഷയമാണ്, അതൊക്കെ ഞാൻ ചെല്ലൂലെന്നൊക്കെ പറഞ്ഞാൽ ചെല്ലാൻ കഴിയില്ല. അങ്ങനെ അവസാനമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളുടെ സമീപത്തേക്ക് എത്തി. നബി തങ്ങളും പറഞ്ഞു, യാ ഗുലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലു മോനെ എന്ന് പറഞ്ഞു. അമ്മോൻ പറഞ്ഞു, നബിയെ എനിക്ക് ചെല്ലണം എന്നുള്ള ആഗ്രഹമുണ്ട്. ലാ അസ്തതിഉ അൻ അഖൂലഹ, അത് പറയാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ, പറയണമെന്ന് ആഗ്രഹമുണ്ട്, നാവ് വഴങ്ങുന്നില്ല. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തേ നീ ജീവിതത്തിൽ വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ എന്റെ ഉമ്മയോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, എന്റെ ഉമ്മയോട് ഞാൻ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നബിയെ. മറ്റുള്ളതൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞു പറയാൻ കഴിയില്ല. ഇതൊക്കെ സംസാരിക്കുന്നുണ്ട് ഇയാള്. ഞാൻ ഉമ്മയോട് മോശമായി പെരുമാറി എന്നൊക്കെ ഇയാളാ പറഞ്ഞത്. എന്നാൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിയുന്നില്ല. അതാ പറഞ്ഞത്, ജീവിതത്തിൽ ചെല്ലിയാലേ മരണസമയത്ത് കഴിയുള്ളൂ, പുഷ്പം പോലെ ചെല്ലാനൊന്നും കഴിയില്ല. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉമ്മയെ വിളിച്ചു, ഉമ്മ നിങ്ങളുടെ മകൻ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിച്ച് മരിക്കാൻ കഴിയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിച്ചാൽ ഇയാൾ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഉമ്മ. അതുകൊണ്ട് നിങ്ങളുടെ മകന് നിങ്ങൾ പുറത്തു കൊടുക്കണം, മാപ്പ് നൽകണം ഉമ്മ എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഓക്കെ ഞാൻ മാപ്പ് കൊടുത്തോളാം എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെയും ഇവിടെ ഇരിക്കുന്നവരെയും അള്ളാനെയും സാക്ഷി നിർത്തിയിട്ട് പറയണം, ഇന്നി ഉഷ്ഹിദു ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട്, അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഇവിടെയുള്ള എല്ലാ ആളുകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മകന് ഞാൻ പുറത്തു കൊടുത്തു എന്ന് ആ മാതാവ് പറഞ്ഞു. ഉടനെ തന്നെ നബി തങ്ങൾ അയാളുടെ സമീപത്തേക്ക് പോയിട്ട് പറഞ്ഞു, യാ ഗുലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. ഫഖാലഹാ, ഉടനെ തന്നെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഉടനെ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു ബി മിനൻ നാർ, ഞാൻ കാരണം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അൽഹംദുലില്ലാഹ്, ഞാൻ കാരണം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ചെല്ലാൻ കഴിയില്ല, ചില ആളുകൾക്ക് ചെല്ലാൻ കഴിയും.
എല്ലാവരും കൂടിയിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിയില്ല. ചില ആളുകൾ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ അയാൾ പറയാ ഹുവ ഫീ സഖർ, ഹുവ ഫീ സഖർ, ഹുവ ഫീ സഖർ എന്ന് പറഞ്ഞാൽ അയാൾ നരകത്തിലാണ്, അയാൾ നരകത്തിലാണ്, അയാൾ നരകത്തിലാണ് എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ആവർത്തിക്കുക. ഒരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഫഖാല അയാൾ പറഞ്ഞു ലാ അസ്തതിഉ അൻ നഖൂലഹാ, എനിക്കത് പറയാൻ കഴിയുന്നില്ല, എനിക്കത് പറയാൻ കഴിയുന്നില്ല ഒരാള്. രണ്ടാമത്തെ ഒരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫജഅല യഖൂൽ അദ്ദാറുൽ ഫുലാനിയ്യ അസ്ലിഹു ഫീഹാ കദാ വൽ ബുസ്താനുൽ ഫുലാനി ഇഫ്അലു ഫീഹി കദാ. അഥവാ തന്റെ ബിസിനസ് ആ വീട് അങ്ങനെ ആക്കണം, ഈ വീട് ഇങ്ങനെ ആക്കണം. ഇയാളോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണ്. ഇയാള് പറയുന്നത് അയാളുടെ വീട് അങ്ങനെ ആക്കണം, ആ വീട് ഇങ്ങനെ ആക്കണം, ഈ തോട്ടം ഇങ്ങനെ ആക്കണം, ആ സ്ഥലത്തുള്ള കച്ചവടം അങ്ങനെ ആക്കണം. അയാൾ ജീവിതത്തിൽ അതേ പറഞ്ഞിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരിക്കുമ്പോൾ അത് പറയാനും കഴിയുന്നില്ല. വേറെ ആൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അപ്പൊ അയാൾ ഫജഅല അദ്ദേഹം ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. ഏതോ ഒരു സിനിമ പാട്ട് ഇങ്ങനെ പാടിയിട്ട് അയാൾ മരിച്ചു എന്നാണ്. വേറെ ഒരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു വമാ യൻഫഉനി മാ തഖൂൽ വലം അദഅ മഅസിയതൻ ഇല്ലാ റകിബ്തുഹാ. നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് ചൊല്ലാൻ കഴിയില്ല, എനിക്കതൊന്നും ഉപകരിക്കുന്നില്ല, ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ഞാൻ ജീവിതത്തിൽ ചെയ്യാതിരുന്നിട്ടില്ല. സുമ്മ മാത, അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മരണപ്പെട്ടു പോയി. വേറൊരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാൾ പറഞ്ഞു വമാ അരിഫു അന്നി സ്വല്ലൈതു ലില്ലാഹി സ്വലാത്തൻ, ഞാൻ ജീവിതത്തിൽ ഒരു സ്വലാത്ത്, ഒരു നിസ്കാരം പോലും നിസ്കരിച്ചിട്ടില്ല. വമാ യുഗ്നി അന്നി, നിങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടാവില്ല. സുമ്മ മാത, അയാൾ അങ്ങനെ മരിച്ചുപോയി. വേറൊരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു ഹുവ കാഫിർ, ഹുവ കാഫിറുൻ ബിമാ തഖൂൽ, നിങ്ങൾ പറയുന്നത് അയാൾ നിഷേധിക്കുന്നുണ്ട്. സുമ്മ മാത, അങ്ങനെ മരണപ്പെട്ടു പോയി. വേറൊരാൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അയാൾ പറഞ്ഞു കുല്ലമാ അറദ്തു അൻ നഖൂലഹാ ലിസാനി, എന്റെ നാവ് കൊണ്ട് ഞാൻ പറയാൻ തീരുമാനിക്കുമ്പോഴൊക്കെ ആരോ വന്നിട്ട് പിടിച്ചു വെക്കുന്നത് പോലെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. വേറൊരാൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാൾ പറഞ്ഞു ലില്ലാഹി ഫലൈസ ലില്ലാഹ്, അല്ലാഹ് ഇല്ല, അല്ലാഹ് ഇല്ല. അതൊരു നിരീശ്വരവാദിയോടാണ് പറഞ്ഞത്. അയാൾ അല്ലാഹു ഇല്ല, അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മരണപ്പെട്ടു പോയി. ഒരു കച്ചവടക്കാരനോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അയാൾ പറഞ്ഞു ഹാദിഹിൽ ഖിത്അതു റഖീസ ഹാദാ മുശ്തരിൻ ജയ്യിദ് ഹാദിഹി കദാ, ഇത് പുതിയ സാധനമാണ്, ഇത് വിലയില്ലാത്ത സാധനമാണ്, അത് പഴയ സാധനമാണ് എന്നൊരു കച്ചവടക്കാരൻ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടില്ല. വേറൊരു കള്ളുകൂടിയാണ് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇശ്റബ് വസ്ഖിനി, നീ കുടിക്ക് എനിക്കും കുടിപ്പിക്കും. ഫമാത്ത്, അങ്ങനെ മരിച്ചു. നീ കുടിക്ക്, അയാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞതാണ് കള്ളുകൂടിയൻ. ആ ബാറിൽ പോവാ, ഹോട്ടലിൽ പോവാ, എന്നിട്ട് അവിടെ പോയിട്ട് കള്ള് ഷാപ്പിൽ പോവാ, നീ കുടിക്ക് എനിക്കും കുടിപ്പിക്കുക. അയാളൊക്കെ പറഞ്ഞു മരണപ്പെട്ടു പോയി. വേറൊരാൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അയാൾ പറഞ്ഞു ഐന ത്വരീഖു ഇലാ ഹമ്മാമി മൻജാബി, എവിടെയാണ് മഞ്ചാബിയുടെ വീട്ടിലേക്കുള്ള സ്ഥലം, വഴി ഏതാണെന്ന് ചോദിച്ച അയാൾ മരണപ്പെട്ടു പോയി. നോക്കണം, ജീവിതത്തിൽ എത്രയും കൂടുതൽ നിങ്ങൾ എങ്ങനെ ചെല്ലുന്നുണ്ടോ അതാണ് അവസാനം ഉണ്ടാവാൻ. ഇയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലിയത് വലിയൊരു സംഭവമാണ്. അതിന്റെ പിന്നിലുള്ളത് വലിയൊരു സംഭവമാണ്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഒരു പൊതു ടോയ്ലറ്റ്, പൊതു പബ്ലിക് ബാത്റൂം പോലെ അദ്ദേഹത്തിന്റെ വീട് തോന്നിച്ചിരുന്നു. ആ സമയത്ത് ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പെണ്ണ് ചോദിച്ചു മഞ്ചാബിയുടെ ബാത്റൂമിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു ഇതന്നെയാണ് മഞ്ചാബിയുടെ ബാത്റൂം. സത്യത്തിൽ അത് ബാത്റൂമല്ല, ഇയാളുടെ വീടാണ്. ആ പെണ്ണ് ബാത്റൂം ആണെന്ന് വിചാരിച്ച് ഇയാളുടെ വീട്ടിലേക്ക് കയറി. അയാളും ആ പെണ്ണിന്റെ പിന്നാലെ കയറി. അകത്തേക്ക് കയറി ഉടനെ വാതിലിന്റെ കുറ്റിയിട്ടു. പെണ്ണിന് മനസ്സിലായി എന്നെ പറ്റിച്ചതാണ് എന്ന് വാതിലിന്റെ കുറ്റിയിട്ടു. അപ്പൊ പെണ്ണ് വേഗം ഒരു എന്നെ പറ്റിച്ചു എന്നുള്ള കാര്യം പെണ്ണിന് മനസ്സിലായപ്പോ പെണ്ണ് അമളി പറ്റിയത് പുറത്തറിയിക്കാത്ത രീതിയിൽ പെണ്ണിനും ഇയാളുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ളതുപോലെ അഭിനയിച്ചു. എന്നിട്ട് പെണ്ണ് പറഞ്ഞു മാഷാ അല്ലാഹ്, ഇന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും ആരും കാണാതെ നല്ലൊരു സൗകര്യം എത്തിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നല്ല ഭക്ഷണവും നല്ല കള്ളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വരൂ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നമ്മൾ കടിച്ചു പൊളിക്കാമെന്ന് പെണ്ണ് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു അസ്സാഅതു ആതിക്, ഞാൻ ഇപ്പൊ വരെ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊരു ബില്ല് വാങ്ങി. എല്ലാം വാങ്ങാൻ വേണ്ടി അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തുപോയി. കാരണം പെണ്ണ് ഇങ്ങോട്ട് ഇനീഷ്യേറ്റ് എടുക്കുകയാണ്. പെണ്ണ് ഇങ്ങോട്ട് പറഞ്ഞതാണ് നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാം എന്ന്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, വാതിൽ പോലും പൂട്ടാതെ വേഗം ബില്ലുമായിട്ട് അങ്ങാടിയിലേക്ക് പോയി. ഇയാള് പോയ താമസം പെണ്ണ് സ്ഥലത്ത് നിന്ന് മുങ്ങി. പെണ്ണിന്റെ ഐഡിയ ആയിരുന്നത്. വാതില് പൂട്ടിയില്ല, പൂട്ടാൻ മറന്നു ഇയാൾക്ക്. ഇയാള് കള്ളും ഭക്ഷണക്കമായിട്ട് മനസ്സിൽ നിറയെ ലഡുവായിട്ട് ഇങ്ങനെ വരിക, വീട്ടിലേക്ക് വരികയാണ്. ആ പെണ്ണുണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ വീട്ടിലേക്ക് എത്തി. നോക്കുമ്പോ പെണ്ണില്ല.
അപ്പൊ അദ്ദേഹം പാടാൻ തുടങ്ങി, യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ് തഇബത് കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എവിടെയാണ് മുൻജാബിയുടെ ബാത്റൂം എന്ന് ചോദിച്ച പെണ്ണെവിടെ എന്നിങ്ങനെ പാട്ട് പാടി ഭ്രാന്തനായ അയാൾ ആ പെണ്ണിനോർത്ത് ഭ്രാന്തനായി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പാടി നടക്കുമ്പോഴാണ് 2 നിലയുള്ള വീടിന്റെ മുകളിൽ ഈ പെണ്ണിനെ കാണാനിടയായത്. ഇത് ഈ പെണ്ണ് കേട്ടു, ഈ പാട്ട് ഈ പെണ്ണ് കേട്ടു. യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ് തഇബത് കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. പെണ്ണ് മുകളിൽ നിന്ന് അടുത്ത പാട്ട് പാടി, അല്ലാ ജഅൽത സരീഅൻ ഇദ് ലഫിർത ബിഹാ ഹിർസൻ അലദ്ദാരി ഔ ഖുഫ്ലൻ അലൽ ബാബി. എന്തേ മനുഷ്യ, തിരക്ക് കൂട്ടി വ്യഗ്രത കാണിച്ച് പുറത്തു പോകുമ്പോ വാതിലിന് കുറ്റിയിട്ടൂടായിരുന്നോ നിങ്ങൾക്ക്? വാതിലിന് പൂട്ടിക്കൊണ്ടു പോകാമായിരുന്നില്ലേ? എങ്കിലും തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് തിരിച്ചു പാടി. ഇത് കേൾക്കുമ്പോൾ അയാൾക്കൊന്നും കൂടി ഭ്രാന്തായി. അങ്ങനെ അയാൾ മരിക്കാൻ കിടക്കുമ്പോൾ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി അദ്ദേഹത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് എന്താണ്? കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോവുകയാണ് അയാൾ ചെയ്തത്. അപ്പൊ ജീവിതത്തിൽ എങ്ങനെ ഒരാൾ ജീവിക്കുന്നു അതാണ് മരണസമയത്ത് ചെയ്യുക. സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ തിയേറ്ററിൽ മരിക്കും, കള്ളുകുടിയന്മാർ കള്ളുടിച്ച് മരിക്കും, തോപ ചെയ്യാൻ കഴിയില്ല, വ്യഭിചാരികൾ വ്യഭിചരിച്ചു കൊണ്ട് മരിക്കും, കഞ്ചാവുകാർ കഞ്ചാവ് അടിച്ചു മരിക്കും, രാത്രി രാവിലെ വരെ പോൺ വീഡിയോകൾ കാണുന്നവർ പോൺ വീഡിയോ കണ്ടുകൊണ്ട് മരിക്കും. എന്താ ജീവിതത്തിൽ കൂടുതൽ ചെയ്തത്? എപ്പോഴും പെണ്ണിന്റെ വർത്താനാണ്, വ്യഭിചാരത്തിന്റെ വർത്താനാണ്. എങ്കിലും വ്യഭിചരിച്ചുകൊണ്ടും ആ ഒരു വർത്താനത്തിനായിട്ട് മരിക്കും. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ നല്ലത് മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സമയം വൈകുന്ന എനിക്കറിയാം, ഞാൻ എന്തായാലും 12 മണിയാകുമ്പോൾ ദുആ എടുക്കാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. 12 മണിയാകുമ്പോൾ ദുആ എടുക്കാൻ നിർത്തും. 11:35 ഇൻഷാ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാൻ സലാമത്തായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരാൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് അയാൾ കൂടുതൽ പറയുമെന്നാണ്. ഇദാ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റഹു. ഒരാൾ ഒരു വസ്തു ഇഷ്ടപ്പെട്ടത് കൂടുതൽ പറയും. എന്താണോ ജീവിതത്തിൽ ഒരാൾ പറഞ്ഞത് അത് തന്നെയാണ് അയാളുടെ മരണസമയത്തും അയാൾ പ്രകടിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്താണോ നമ്മൾക്ക് ഇഷ്ടം ആ ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലായിരിക്കും നമ്മൾ മരിക്കുക. ഖുർആൻ ഇഷ്ടമുള്ളവർ ഖുർആൻ ഓതി മരിക്കും, സുജൂദ് ഇഷ്ടമുള്ളവർ സുജൂദിൽ കിടന്ന് മരിക്കും, നിസ്കാരം ഇഷ്ടമുള്ളവർ നിസ്കാരത്തിൽ മരിക്കും, പള്ളി ഇഷ്ടമുള്ളവർ പള്ളിയിൽ മരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരാൾ അവസാനമായി പറയുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ദിക്റാണ് മനുഷ്യന്റെ ജീവിതം. ഇനി അയാൾ മരിച്ചു കഴിഞ്ഞു, അയാൾ മരിച്ചു കഴിഞ്ഞല്ലോ. മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ദിക്റന്നല്ലേ. മരിച്ചു കഴിഞ്ഞിട്ട് ഒരു തുണി വെള്ള തുണി മുകളിലിടും. നാട്ടുകാരെല്ലാം വന്നാൽ ഓതുന്നത് യാസീനാണ്. കുളിപ്പിക്കുന്നുണ്ട്, കുളിപ്പിച്ചു കഴിഞ്ഞാലും യാസീന്. പള്ളിയിലേക്ക് പോകുമ്പോൾ ദിക്റ്. എന്നിട്ട് പള്ളിയുടെ മുമ്പിൽ മയ്യിത്ത് വെച്ചിട്ട് ഖബറിലേക്ക് മണ്ണ് വാരി എറിയുമ്പോൾ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അത് കഴിഞ്ഞിട്ട് അവസാനം യാസീൻ ഓതിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ജനിച്ച ഉടനെ ആളുകൾ, അടുത്തുള്ള ആളുകൾ ചെവിയിലൂടെ ബാങ്ക് കൊടുത്തു. അവസാനമായി നാട്ടുകാരെല്ലാരും കൂടി യാസീനോദ് ദുആ ചെയ്തിട്ട് ഖബറിൽ വെച്ച് മണ്ണിൽ മൂടിയിട്ട് തിരിച്ചു വരികയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും ദിക്റുകളാണ്. ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ. ഇനി ഒരു ദിവസത്തെ കഥ ഞാൻ പറയാം. ഇത് ജനിച്ചതും മരിച്ചതും ഞാൻ പറഞ്ഞത്. ഇനി ഒരു ദിവസത്തെ കഥ പറയാം. രാവിലെ ഒരാൾ എങ്ങനെയാണ് എണീക്കുന്നത്, എങ്ങനെയാണ് എണീക്കുന്നത് എന്നല്ല, എങ്ങനെയാണ് എണീക്കേണ്ടത്. എങ്ങനെ എണീക്കേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. ദിക്ർ ചൊല്ലിയിട്ടാണ് ഒരു മുസ്ലിം രാവിലെ ഉണരേണ്ടത്. ചൊല്ലിയില്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടമാണ്. അങ്ങനെ ഉണരേണ്ടത് അങ്ങനെയാ. ചൊല്ലിയില്ലെങ്കിൽ ആർക്കാണ് ഇഷ്ടം? നിങ്ങൾക്കാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ആരാണോ എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത്, എന്റെ സ്മരണയിൽ നിന്ന് ആരാണോ മാറി നിൽക്കുന്നത്, അവർക്ക് ഞാൻ വളരെ കുദുസായ ജീവിതമാണ് നൽകുന്നത്. അഥവാ രാവിലെ എണീക്കുമ്പോൾ ഒരാൾ ഈ ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൽ അയാൾക്ക് എന്തെന്നില്ലാത്തൊരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യും, എന്തെന്നില്ലാത്തൊരു കുദുസ് ഫീൽ ചെയ്യുമെന്നാണ്. എല്ലാവരും രാവിലെ എണീക്കേണ്ടത് എങ്ങനെ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. എണീറ്റിട്ട് കഴിഞ്ഞു. ഓക്കേ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അടുത്തത് ബാത്റൂമിലേക്ക് പോവാണ്. എണീച്ചിട്ട് ബാത്റൂമിൽ പോവാണ്. വലത് കാല് വെച്ചിട്ടല്ലേ ബാത്റൂമിൽ പോവേണ്ടത് അല്ലേ? നല്ലോണം തലാട്ടിക്കോളി. വലത് കാല് വെച്ചിട്ടല്ലേ ബാത്റൂമിൽ പോകേണ്ടത് അല്ലേ? നല്ല തലാട്ടലാണ്. എന്ത് മനുഷ്യന്മാരും പള്ളിക്ക് വലത് കാലച്ചുകാരുണ്ട്.
പള്ളിയും വീടൊക്കെ ഒരുപോലെ മഹത്വം ഉണ്ട് കേട്ടോ ഇസ്ലാമില്. പള്ളിക്ക് കയറുമ്പോ വലത് കാല് വെക്കണം, പുറത്ത് വരുമ്പോ ഇടത് കാല് വെക്കണം, വീട്ടിൽ കയറുമ്പോ വലത് കാല് വെക്കണം, തിരിച്ചു വരുമ്പോ ഇടത് കാല് വെക്കണം. ഹജ്ജിന് പോവാണെങ്കിൽ വരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാല് വെക്കണം. മനസ്സിലായോ? പള്ളിക്കും വീടിനൊക്കെ ഇസ്ലാം തുല്യമായ സ്ഥാനം നൽകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിന് അള്ളാഹു എണ്ണിയത് ഒന്ന് പെണ്ണാണ്. പെണ്ണ് സൗജത്തുൻ സാലിഹ, ഭർത്താവിനെ ദീനിയായ വിഷയത്തിൽ സഹായിക്കുന്ന പെണ്ണ് വലിയൊരു ഭാഗ്യാണെന്നാണ്. ലോകത്തിലെ അമൂല്യമായ മുത്താണ് അവൾ. അവൾ വലിയൊരു മുത്താണ്. പെണ്ണുങ്ങളെ മുത്തേന്നൊക്കെ വിളിക്കൂലേ ഭാര്യയെ? നിങ്ങളുടെ ഭാഗത്ത് ബക്കറ്റ് വരും, സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒക്കെ ബക്കറ്റ് വരും. ആ ബക്കറ്റില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ നിങ്ങൾ ഇട്ടിട്ട് സഹകരിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള സംഖ്യ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കേസാണ് ഈ ബക്കറ്റിൽ 10-20 ഒക്കെ ഇടുന്നത്. കാരണം ബക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ റബ്ബ് മാത്രം കാണുന്ന ഒരു സ്വതക്കയാണ്. നിങ്ങളും നിങ്ങളുടെ റബ്ബ് മാത്രം കാണുന്ന സ്വതക്കയാണ് ബക്കറ്റ്. അപ്പൊ ആ ബക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കോർക്കാൻ പാടില്ല. റബ്ബ് മാത്രം കാണുന്ന വളരെ സ്വീകാര്യമായ സ്വതക്കയല്ലത്, സ്വീകാര്യമായ സ്വതക്കയല്ലേ. അതുകൊണ്ട് എന്ത്, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ കയ്യിൽ നിന്ന് ഇടുക. പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? വീടും പള്ളിയൊക്കെ ഇസ്ലാം ഒരുപോലെ നല്ല മഹത്വം നൽകിയ സ്ഥലങ്ങളാണ്. ഏറ്റവും വലിയ മുത്ത് പെണ്ണുങ്ങളെ മുത്തേ സത്തേ എന്നൊക്കെ വിളിക്കണം വേണം. അങ്ങനെ ആദ്യം മാത്രം വിളിച്ചാൽ പോരാ, മരണം വരെ വിളിക്കണം. കല്യാണം കഴിഞ്ഞ മുത്ത സത്യകാരലെന്നൊക്കെ വിളിക്കും. മൊബൈലൊക്കെ പഠിച്ചോനെ ഓരോരുത്തർ മൊബൈലൊക്കെ ഭാര്യന്റെ പേരൊക്കെ സേവ് ചെയ്തെന്ന് പഠിച്ചോ കണ്ടാ ഞെട്ടിപ്പോവും. ഓ മൈ ലവ്, മൈ ജാൻ, സ്വീറ്റി. ഈ സ്നേഹം ഈ പ്രേമൊന്നും വീട്ടിലെത്തിയാണ്ടാവില്ല. മൊബൈലിൽ ആൾക്കാർ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടൊക്കെ നടക്കുമ്പോഴേക്ക് പഠിച്ചോ എന്തൊരു സ്നേഹം ഓരോ രണ്ടാളും തമ്മിൽ. വീട്ടിലെത്തിയാ കീരിയും മറ്റേ പാമ്പും പോലെ ഉണ്ടാവും. അപ്പൊ മൊബൈൽ എഴുതിയൊക്കെയൊന്നും അല്ല നിങ്ങളെ പ്രൊഫൈൽ പോക്കറ്റ് വെക്കലോ അല്ലേ സ്നേഹം എന്ന് പറഞ്ഞാല്. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ മരണം വരെ ഉണ്ടാവും. ഈ മുത്തേ സത്തേക്ക മരണം വരെ ഉണ്ടാവും. ഈ തുടക്കകാലത്തിന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ മുത്തേതെന്ന് വെച്ചാൽ പെണ്ണ് തന്നെയാണ്. ആരാന്റെ പെണ്ണല്ല, നമ്മുടെ പെണ്ണ്. നമ്മുടെ ദീനീ ബോധമുള്ള, നിങ്ങളെ ദീനിയായ വിഷയത്തിൽ സഹായിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ മുത്താണ്, അവൾ മരതകമാണ്, അവൾ അമൂല്യമായ രത്നങ്ങളാണ്. അതിൽ യാതൊരു ഡൗട്ടില്ല. ഏറ്റവും വലിയ സമ്പാദ്യം, നിങ്ങളുടെ സമ്പാദ്യത്തിൽ വീട്ടിന്റെ മുമ്പിൽ ഓടിയുണ്ട്, ബെൻസ് ഉണ്ട്, പോർച്ച് ഉണ്ട്, ഇനി റോൾസ് റോയ്സ് വരെ ഉണ്ടെന്ന് വിചാരിച്ചോ, അതൊക്കെ ഒന്നുമല്ല നിങ്ങളുടെ ഈ പെണ്ണിന് മുമ്പിൽ. നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യ പെണ്ണാണ്, ദീനുള്ള പെണ്ണാണ്. പിന്നെ സൗഭാഗ്യം നിങ്ങളുടെ വീടാണ്, വിശാലമായ വീട്. അതൊരു ഭാഗ്യമാണ്. വീടിന് അല്ലാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. വീടും വലിയൊരു സൗഭാഗ്യമാണ്. അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ഇടത് കാല് വെച്ച്, പള്ളിയിൽ നിന്ന് ഇറങ്ങേണ്ടത് ഇടത് കാല് വെച്ച്, വീട്ടിൽ കയറേണ്ടത് വലത് കാല് വെച്ച്, പള്ളിയിൽ കയറേണ്ടത് വലത് കാല് വെച്ച്. ഒരു മനുഷ്യൻ രാവിലെ എണീക്കുന്നു, ദിക്ർ ചൊല്ലിയിട്ട് എണീക്കുന്നു. ബാത്റൂമിൽ പോകേണ്ടത് ഇടത് കാല് വെച്ചിട്ടാണ്. ഇടത് കാല് വെച്ച് പോകുമ്പോൾ ഒരു ദിക്റുണ്ട് അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. പിശാചിൽ നിന്ന് നീ കാക്കണേ എന്നാണ് ആ ദിക്റിന്റെ അർത്ഥം. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നിഫാഖിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് കാക്കണേ. അല്ലാഹ് എന്റെ ഗുഹ്യാവയവങ്ങൾ ഹലാലിൽ മാത്രം ഉപയോഗിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് മനോഹരിച്ചു തിരിച്ചു വരുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലണം. കയറുമ്പോ ദിക്റുണ്ട്, തിരിച്ചു വരുമ്പോഴും ദിക്റുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ഇരുന്നാൽ ദിക്റുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദിക്റുണ്ട്, അൽഹംദുലില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്. എന്താണ് ദിക്ർ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിലേക്ക് കയറുമ്പോഴും ദിക്റുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വണ്ടിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ഇറങ്ങി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. എവിടെ ദിക്റില്ലാത്ത? കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ദിക്റുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ദിക്റുണ്ട്. കണ്ണാടി നോക്കുമ്പോൾ ദിക്റുണ്ട്. എവിടെയാ ദിക്റില്ലാത്ത? എവിടെയാ ദിക്റില്ലാത്ത? എല്ലാ മേഖലകളിലും ദിക്ർ തന്നെയാണ്. എന്നിട്ട് രാത്രി ഉറങ്ങാനായി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് ദിക്റുകൾ. മുൽക്കുണ്ട്, സൂറത്തുൽ മുൽക്കുണ്ട്, സൂറത്തുൽ വാഖിഅയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഹദ്ദാദുണ്ട്. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്യണം, പല്ല് തേക്കണം. തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യാ, ബിസ്മിക റബ്ബി
وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها كما تحفظ به عبادك الصالحين اللهم أسلمت نفسي إليك ووجهت وجهي إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجأ منك إلا إليك آمنت بكتابك الذي أنزلت ونبيك الذي أرسلت ذكر ഇങ്ങനെ ചൊല്ലിട്ട് നിങ്ങൾ ഉറങ്ങി. ആ ഉറക്കിൽ നിങ്ങൾ അങ്ങോട്ട് മരണപ്പെട്ടു പോയി. നിങ്ങൾ നേരെ സ്വർഗത്തിലേക്ക് പോവാ. ഈ ഉറക്കിൽ ഇതൊക്കെ ചൊല്ലിട്ട് നിങ്ങൾ ഉറങ്ങി. ഓർക്കിലങ്ങോട്ട് മരിച്ചുപോയി. ഓർക്കിൽ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഉറക്കും മരണവും ഒന്ന് സെയിമാണ്. ഉറക്കെന്താണോ മരണം എന്താണോ അത് തന്നെയാണ് ഉറക്കം. മരണത്തിൽ എന്ത് പ്രോസസ്സാണോ നടക്കുന്നത് അതേ പ്രോസസ് തന്നെയാണ് ഉറക്കിൽ നടക്കുന്നത്. മരണത്തിലുള്ള പ്രോസസ് എന്താണ്? റൂഹിനെ മലക്കുകൾ കൊണ്ടുപോകുന്നു, അള്ളാഹുവിന്റെ അടുത്ത് കൊണ്ടുവെക്കുന്നു. ഉറക്കിലും അതുപോലെ നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്നു, അള്ളാഹു പിടിച്ചു വെക്കുന്നു. രാവിലെ എണീക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ആ ആത്മാവിനെ തിരിച്ചയക്കുന്നു. നിങ്ങളിങ്ങനെ കണ്ണും തിമ്മി ഇങ്ങനെ കണ്ണും ചുരുട്ടി ഇങ്ങനെ എണീക്കുന്നു. അള്ളാഹു എണീക്കരുതെന്ന് വിചാരിച്ചാൽ ആ ആത്മാവിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തും. മരണം ഉറക്ക് സെയിമാണ്. ഒരു വേദനയില്ലാതെ ഉറക്കിൽ മരണപ്പെടുന്നവർ ഒരു വേദന ഇല്ലാതെ മരണപ്പെടും. കാരണം അവരുറങ്ങിയതാണ്, തിരിച്ചു റൂഹിനെ അയച്ചിട്ടില്ല. രാവിലെ വന്നിട്ട് ഉമ്മ എന്ന് പറഞ്ഞ് മക്കൾ വിളിക്കും. എന്തുമ്മ? ഉമ്മ ഇന്നലെ ഉറങ്ങിയതാണ്. ഉമ്മക്ക് പോലും അറിയാതെ ഉമ്മ മരിക്കും. ഉപ്പയ്ക്ക് പോലും അറിയാതെ ഉപ്പ മരിക്കും. ഉറക്കൽ എങ്ങോട്ടും വരും. അതാണ് ആ ദിക്റിന്റെ അർത്ഥം. നിന്റെ നാമം കൊണ്ട് ഞാൻ കിടന്നുറങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ എണീക്കുകയാണെങ്കിൽ നിന്റെ നാമം കൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, എന്റെ ആത്മാവ് നീ കൊണ്ടുപോവുകയാണല്ലോ, അതവിടെ പിടിച്ചു വെക്കുകയാണ്. അഥവാ എന്നെ നീ മരിപ്പിക്കുകയാണെങ്കിൽ ഫർഹംഹാ, എന്റെ ആത്മാവിനോട് നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചാൽ നീ എന്നെ ദയവ് ചെയ്ത് ശിക്ഷിക്കരുതേ, എനിക്ക് കാരുണ്യം ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ. മരിപ്പിക്കാതെ നീ എന്നെ തിരിച്ചയക്കുകയാണ് എന്റെ ആത്മാവിനെ എങ്കിൽ ഫഹ്ഫൽഹാ കമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളിൽ അല്ലാഹുവേ എന്നെ ഉൾപ്പെടുത്തണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ എണീക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ പഠിച്ചോനെ. ഞാൻ എണിച്ച എന്നെ നീ തമ്മാടികളുടെ കൂടെ കൂട്ടത്തിൽ പെടുത്തല്ലേ റബ്ബേ. രാവിലെ തന്നെ എണിച്ച് ചങ്ങായിമാർ വിളിക്കാം, നമുക്ക് അങ്ങോട്ട് പോവല്ലേ, സിനിമ കാണാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോ പഠിച്ചോനെ എന്നെ പെടുത്തല്ലേ പഠിച്ചോനെ, അയാൾക്ക് എന്നെ വിളിക്കാൻ തോന്നിപ്പിക്കല്ലേ റബ്ബേ, കഞ്ചാവടിക്കാൻ എന്നെ കൊണ്ടുപോകല്ലേ പഠിച്ചോനെ, ഒന്ന് നന്നാക്ക് റബ്ബേ. സ്വാലിഹീങ്ങൾക്കൊക്കെ നല്ല നല്ല ബന്ധങ്ങളിൽ ഉണ്ടാവും, എന്നെ അതുപോലെ കാത്തിരു റബ്ബേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത്. എവിടെ ദിക്റില്ലാത്ത പറ? എവിടെ ദിക്റില്ലാത്ത? കല്യാണം കഴിഞ്ഞു ദിക്റ്, കുട്ടി ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ചു ദിക്റ്, കുട്ടി ഉണ്ടായി ദിക്റ്, കുട്ടി മരിച്ചു ദിക്റ്, കുട്ടി രാവിലെ എണീക്കുമ്പോ ദിക്റ്, കുട്ടി ഉറങ്ങുമ്പോഴും ദിക്റ്. ഇതൊന്നും നിങ്ങൾക്കില്ലേ? ഈ പറഞ്ഞ ദിക്റൊന്നും നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കൊന്നും ഇല്ലേ? മക്കൾ നന്നാവൂല, നിങ്ങൾക്കും നന്നാവൂല. ഈ ദിക്ർ, ഇതൊക്കെ ദിക്ർ എന്തിനാ തന്നതെന്ന് ചോദിച്ചാല് അല്ലാഹു പറഞ്ഞു, ആരാണോ എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഈ ദിക്റുകളൊന്നും ജീവിതത്തിൽ ഇല്ലാതെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ ജീവിക്കുകയാണെങ്കിൽ വളരെ ഭാരമേറിയ കുടുസായ ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിൽ സുഖം എന്തെന്നറിയാത്ത ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. അത് മാത്രമല്ല, നാളെ മഹ്ശറയിലെത്തിയാൽ അതിനേക്കാളും വലിയ പ്രയാസങ്ങളാണ് നിങ്ങൾ നേരിടാനുള്ളത്. കണ്ണ് പൊട്ടന്മാരായിട്ടാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കുന്നത്, ആ കണ്ണ് പൊട്ടന്മാരായ ആളുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ ലിമ ഹശർതനി അഅമാ, എന്തിനാണ് എന്നെ കണ്ണ് പൊട്ടനായി പുനർജനിപ്പിച്ചത്? ഭൂമിയിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ. അപ്പോൾ അല്ലാഹു പറയുന്ന മറുപടി, നീ എന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോ അത് കാണാത്തതുപോലെ നടിച്ചിട്ടില്ലയോ? വഅല് പറഞ്ഞപ്പോ കേൾക്കാത്തതുപോലെ നടിച്ചിട്ടില്ലയോ? അപ്പോൾ ഞാൻ നിന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ എന്നെ അന്ന് മറന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ മറക്കുകയാണെന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരാൾ ദിക്റിൽ അധിഷ്ഠിതമായി ജീവിക്കുകയാണെങ്കിലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് الذين آمنوا وتطمئن قلوبهم بذكر الله.
ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമാണ്. അലാ, നിങ്ങൾ അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദിക്ർ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ, തൂബാ ലഹും വഹുസ്നു മആബ്, അവർക്ക് അഭിവാദ്യങ്ങൾ, അവർക്ക് സ്വാഗതം, അവർക്ക് പേടിക്കാനില്ല. തൂബാ ലഹും വഹുസ്നു മആബ്.